ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഇലക്ട്രോണിക്സ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പ്-ആംപ് സർക്യൂട്ട്സിനെ കുറിച്ചാണ്. പ്ലസ് വണ്ണിൽ നമ്മൾ ഓപ്പ്-ആംപ് സർക്യൂട്ട്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിച്ചിരുന്നു. ആ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഓപ്പ്-ആംപ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറുകൾക്ക് 4 പ്രധാന പ്രത്യേകതകളുണ്ട്. ഈ 4 പ്രധാന പ്രത്യേകതകളാണ് ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറുകളെ എല്ലാവിധ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നതിനും ഏത് സർക്യൂട്ടിലും ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കുന്നതിനും അനുയോജ്യമാക്കി തീർക്കുന്നത്. ആ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, വെരി ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഈ 2 പ്രത്യേകതകൾ ഉള്ളത് മൂലം നമുക്ക് ഈ സർക്യൂട്ടിനെ ഒരു ഡിവൈസിൻ്റെ നിർമ്മാണത്തിൽ ഏത് 2 സർക്യൂട്ടുകൾക്കിടയിലും ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഏതൊരു പ്രീവിയസ് സ്റ്റേജിൽ നിന്നും അതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എത്ര കൂടുതലാണെങ്കിലും സിഗ്നലിനെ അല്പം പോലും നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ടും ഈ ഓപ്പ്-ആമ്പിനെ റിസീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വളരെ കുറവായതുകൊണ്ട് 0 ഓമിന് അടുത്ത ഒരു വാല്യൂ ആയതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എത്ര കുറവാണെങ്കിലും സിഗ്നലിനെ പൂർണ്ണമായും അടുത്ത സ്റ്റേജിലേക്ക് കൈമാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനും ഇതിന് സാധിക്കുന്നു. അതുകൊണ്ട് റെസിസ്റ്റൻസ് വേരിയേഷനുള്ള 2 സർക്യൂട്ടുകൾക്കിടയിൽ ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ടായിട്ട് ഓപ്പ്-ആമ്പിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മൂന്നാമത്തെ പ്രത്യേകത, വെരി ഹൈ ബാൻഡ് വിഡ്ത്ത്. ഏതൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്താലും ആ ഓപ്പറേഷനെ നമ്മൾ സാധാരണ കമ്പോണൻസ് ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്നതിനേക്കാൾ, അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിൽ ഓപ്പ്-ആമ്പ് ഉപയോഗിച്ച് നമുക്ക് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കും. നാലാമത്തെ പ്രത്യേകത, വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ. അതായത് ഇതിന് ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറോ ഡബിൾ സ്റ്റേജോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയ ഗെയിൻ ഇൻപുട്ട് സിഗ്നലുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് എത്ര കുറഞ്ഞ സിഗ്നലുകളെയും, മില്ലി വോൾട്ട്, മൈക്രോ വോൾട്ട് റേഞ്ച് ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നലുകളെയും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ആംപ്ലിഫൈ ചെയ്യാൻ ഓപ്പറേഷണൽ ആംപ്ലിഫയറുകൾക്ക് സാധിക്കും. ഇനി നമ്മൾ ഓപ്പ്-ആമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം സർക്യൂട്ടുകൾ അവൈലബിൾ ആണെങ്കിലും നമുക്ക് നമ്മുടെ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് 6 സർക്യൂട്ടുകളാണ്. വോൾട്ടേജ് ഫോളോവർ, സമ്മിങ് ആംപ്ലിഫയർ, സബ്ട്രാക്ടർ സർക്യൂട്ട്, ഇൻറ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ ആൻഡ് കമ്പറേറ്റർ. ആദ്യത്തെ സർക്യൂട്ട് വോൾട്ടേജ് ഫോളോവർ. ഇവിടെ ഇതിൻ്റെ പേര് റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ വോൾട്ടേജ് ഫോളോവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജിനെ ഫോളോ ചെയ്യുന്നു. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് തന്നെയായിരിക്കും. അതായത് ഈ സർക്യൂട്ട് ഇൻപുട്ട് സിഗ്നലിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു യൂണിറ്റി ഗെയിനാണ്. ഗെയിൻ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആ ഒരു സർക്യൂട്ടിൻ്റെ നിർമ്മാണത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നമ്മൾ പ്ലസ് 1 ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിച്ചതാണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ നമുക്കറിയാം, പ്ലസ് ടെർമിനൽ അഥവാ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ടിനെ അപ്ലൈ ചെയ്യുക. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഗെയിൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഔട്ട്പുട്ടിൽ നിന്നുള്ള ഫീഡ്ബാക്ക് റെസിസ്റ്റർ RFഉം ഇൻപുട്ടിൽ ഇൻഡക്റ്റൻസ് R1ഉം കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ A = 1 + RF/R1 ആണെന്ന് നമുക്കറിയാവുന്നതാണ്. ഇവിടെ RF/R1 എന്ന ഫാക്ടറിനെ നമുക്ക് 0 ആക്കി മാറ്റാൻ സാധിച്ചാൽ ഗെയിൻ A = 1 ആയി മാറും. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ 1 ആയി മാറുന്നു. അതായത് ഇതൊരു യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ആവുന്നു, അഥവാ വോൾട്ടേജ് ഫോളോവർ ആക്കി മാറ്റാൻ സാധിക്കുന്നു. RF/R1നെ 0 ആക്കി മാറ്റാൻ നമ്മൾ ചെയ്യുന്ന R1 എന്ന് പറയുന്ന റെസിസ്റ്റർ റിമൂവ് ചെയ്യുന്നു. RFൻ്റെ വാല്യൂ 0 ആക്കി, അതായത് ഇതിനെ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഗെയിൻ A = 1 ആകുമ്പോൾ ആംപ്ലിഫയർ ഒരു യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ആയി മാറുന്നു. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം നമുക്ക് ഈ രീതിയിൽ ലഭ്യമാകും. അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ഷൻ, പ്ലസ് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ യൂണിറ്റി ഗെയിൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉദാഹരണമായി ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം കൺസിഡർ ചെയ്താൽ അതിന് മൈക്കുണ്ട്. ഒന്നിലധികം മൈക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ മിക്സ് ചെയ്ത് പല വോൾട്ടേജ് ആംപ്ലിഫയർ സ്റ്റേജുകളിലൂടെ കടത്തിവിട്ട് വലിയ സ്പീക്കറുകളെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി സിഗ്നലിൻ്റെ എനർജി ലെവൽ
പവർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പവർ ആംപ്ലിഫയറിലൂടെയും കടത്തി വിട്ടതിന് ശേഷമാണ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുക. ഈ രണ്ട് ഡിവൈസുകളെ പരിശോധിച്ചാൽ ഒരു പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് വളരെ കൂടുതലായിരിക്കും, കിലോ ഓം റേഞ്ചിലോ അതിൽ കൂടുതലോ ആയിരിക്കും. എന്നാൽ ലൗഡ് സ്പീക്കർ നമുക്കറിയാം, സ്പീക്കർ നമ്മൾ നിർമ്മിക്കുന്നത് മാഗ്നറ്റും കണ്ടക്ടർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കോയിലും കൊണ്ടാണ്. അപ്പോൾ ഈ കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കോപ്പർ മെറ്റീരിയലിൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോയിലിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. സ്പീക്കറിൻ്റെ റെസിസ്റ്റൻസ് സ്പെസിഫിക്കേഷൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. 4 ഓം, 8 ഓം, 16 ഓം ഒക്കെ ആയിരിക്കും ഒരു സ്പീക്കറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോ ഓം റേഞ്ചിലോ അതിന് മുകളിലോ ആയിരിക്കും. അപ്പോൾ ഈ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഉള്ള, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉള്ള ഒരു സർക്യൂട്ടിൽ നിന്നും ലോ വാല്യൂ റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിലേക്ക് സിഗ്നലിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലോഡിംഗ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൽ സിഗ്നൽ ഡ്രോപ്പ് ചെയ്തു പോവുകയും കാര്യമായ സിഗ്നൽ ലൗഡ് സ്പീക്കറിലേക്ക് എത്തിച്ചേരാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തനത്തെ, പെർഫോമൻസിനെ ബാധിക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇതുപോലെ ഒരു വോൾട്ടേജ് ഫോളോവർ അഥവാ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ഈ പവർ ആംപ്ലിഫയറിൻ്റെയും ലൗഡ് സ്പീക്കറിൻ്റെയും ഇടയിലും ഫിറ്റ് ചെയ്യുന്നു. ഓപ്പാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇംപെഡൻസ് വളരെ കൂടുതലായതുകൊണ്ട് പവർ ആംപ്ലിഫയറിൽ നിന്ന് സിഗ്നൽ ലോസ് ഒന്നുമില്ലാതെ സിഗ്നലിനെ അതിന് പൂർണ്ണമായിട്ടും റിസീവ് ചെയ്യാൻ സാധിക്കും. ആ ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട്, 0യ്ക്ക് അടുത്തൊരു വാല്യൂ ആയതുകൊണ്ട് ആ സിഗ്നലിനെ പൂർണ്ണമായും ലൗഡ് സ്പീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. അതായത് ഇംപിഡൻസ് മിസ്മാച്ച് ഉള്ള സർക്യൂട്ടുകൾക്കിടയിൽ ഇംപിഡൻസ് മാച്ചിങ് സർക്യൂട്ടായിട്ട് വോൾട്ടേജ് ഫോളോവറിനെ ഉപയോഗിക്കുന്നു. അതാണ് വോൾട്ടേജ് ഫോളോവറിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയറിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് സമ്മിങ് ആംപ്ലിഫയർ കാണാം, അഥവാ ആഡർ സർക്യൂട്ട്. ഇവിടെ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട V1, V2, V3 എന്ന 3 വ്യത്യസ്ത സിഗ്നലുകളെ റെസിസ്റ്ററുകളുടെ സഹായത്തോടു കൂടി ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഓപ്പറേഷണൽ ആംപ്ലിഫയറുകളുടെ പ്രത്യേകത, അതിൻ്റെ എഫക്റ്റീവ് ഔട്ട്പുട്ട് അറിയുന്നതിന് ഒന്നിലധികം ഇൻപുട്ടുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻപുട്ടും സെപ്പറേറ്റ് കണക്ട് ചെയ്യുമ്പോൾ എന്താണോ ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്ത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ടോട്ടൽ അഥവാ ഇഫക്റ്റീവ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ സിഗ്നലുകൾ അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ, ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -RF/R1 ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. -RF/R1 എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്, അഥവാ ഗെയിൻ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് V1 എന്ന ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന R1 എന്ന റെസിസ്റ്ററിലൂടെ, അതുകൊണ്ട് V1ൻ്റെ ഇഫക്റ്റ് മൂലം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് RF/R1 × V1 പ്ലസ് V2 എന്ന ഇൻപുട്ടിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത് RF/R2 × V2 പ്ലസ് V3 എന്ന ഇൻപുട്ടിൻ്റെ ഫലമായി നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന സിഗ്നൽ RF/R3 × V3. അപ്പോൾ ഇത് മൂന്നും ഇൻവെർട്ടർ ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നെഗറ്റീവ് സൈൻ ബ്രാക്കറ്റിന് പുറത്ത് കോമൺ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഈ 3 റെസിസ്റ്റേഴ്സും R1, R2, R3 സെയിം ആണെങ്കിൽ, ഈക്വൽ ടു R ആണെങ്കിൽ, ആ ഇക്വേഷൻ നമുക്ക് -RF/R × V1 + V2 + V3 എന്ന് എഴുതാം. അതായത് ഈ 3 സിഗ്നലുകളും ആഡ് ചെയ്യപ്പെട്ടു, അതിനെ ഒരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ സമ്മ് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സർക്യൂട്ടിന് സമ്മിങ് ആംപ്ലിഫയർ എന്ന പേര് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ 3 സിഗ്നലുകളെയും സമ്മ് ചെയ്തതിന് ശേഷം ഒരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കൂടി പ്രൊവൈഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഫീഡ്ബാക്ക് റെസിസ്റ്ററും ഈക്വൽ ടു ഇൻപുട്ട് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ, RF = R ആണെങ്കിൽ എല്ലാ റെസിസ്റ്ററുകളുടെയും വാല്യൂ ഈക്വലായി. അപ്പോൾ RF/R എന്ന് പറയുന്നത് 1 എന്ന് നമുക്ക് ലഭിക്കും. ഔട്ട്പുട്ട് -V1 + V2 + V3 ആയിരിക്കും. 3 സിഗ്നലുകളും ആഡ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുക. അതാണ് ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ഇൻപുട്ടുകളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. നമുക്ക് ഈ ഇൻവേഴ്സ് ഒഴിവായി കിട്ടണമെങ്കിൽ, അതായത് ഇൻവേർട്ട് ചെയ്യപ്പെട്ടത് ഒറിജിനൽ സിഗ്നലായി ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സമ്മിങ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു യൂണിറ്റി ഗെയിനുള്ള ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കണക്ട് ചെയ്താൽ മതി.
ആഡ് ചെയ്ത് ഇൻവേർട്ട് ചെയ്യപ്പെട്ട ഈ സിഗ്നലിനെ നമുക്ക് ഒന്നുകൂടി ഇൻവേർട്ട് ചെയ്ത് V1 + V2 + V3 എന്നാക്കി മാറ്റാൻ സാധിക്കും. അടുത്തത് സബ്ട്രാക്ടർ സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഏത് സിഗ്നലിൽ നിന്നാണോ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, അതിനെ V1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ആ സിഗ്നലിനെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ഇനി ഏത് സിഗ്നലിനെയാണോ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, അതിനെ V2 എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു, അതിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂ ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ V2വിൻ്റെ എഫക്റ്റ് മൂലം ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നത് ഗെയിൻ 1 ആയതുകൊണ്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടും -V2 ആയിരിക്കും നമുക്ക് ഇൻവേർട്ട് ചെയ്ത ഇൻപുട്ടായിരിക്കും ഔട്ട്പുട്ടിൽ ലഭിക്കുക. അതുപോലെ തന്നെ V1ൻ്റെ എഫക്റ്റ് മൂലം നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത് +V1 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് Vout = V1 - V2 എന്നായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഔട്ട്പുട്ട് ഡ്യൂ ടു V2 അതിനെ VO2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ V2 മൂലം നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന സിഗ്നൽ അത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് -RF/R1 × V2 ആയിരിക്കും. RF = R1 ആണ്, രണ്ടും R ആണ്, അതുകൊണ്ട് -R/R × V2 that is equal to -V2. ഇനി നോൺ ഇൻവേർട്ടിംഗ് സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് A = 1 + RF/R1 ആണെന്ന് നമുക്കറിയാം. RFഉം R1ഉം സെയിം വാല്യൂസ് ആയതുകൊണ്ട് 1 + R/R that is equal to 2. ഗെയിൻ 2 ആണ്. ഗെയിൻ 2 കൊണ്ട് V1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് 2V1 ആണ് ലഭിക്കുക. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ V1 അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്കിലൂടെയാണ്. ആ രണ്ട് റെസിസ്റ്റേഴ്സും ഈക്വൽ വാല്യൂസുമാണ്. അപ്പോൾ ഇൻപുട്ടിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പോസിറ്റീവ് ടെർമിനലിലേക്ക് അഥവാ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ലഭിക്കുന്ന ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് V1/2 ആണ്. ഇൻപുട്ടിൻ്റെ നേരെ പകുതി മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഇഫക്റ്റീവ് ഇൻപുട്ടായ V1/2 ഇൻറ്റു ഗെയിൻ ഓഫ് ദി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ 2 ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് V1 എന്ന് തന്നെ ലഭിക്കും. അപ്പോൾ ഇഫക്റ്റീവ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ഔട്ട്പുട്ടുകളുടെയും V1ൻ്റെയും V2വിൻ്റെയും എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഔട്ട്പുട്ടുകളുടെയും സമ്മായിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Vout1 എന്ന് പറയുന്നത് V1ഉം Vout2 എന്ന് പറയുന്നത് -V2ഉം ആയതുകൊണ്ട് ഔട്ട്പുട്ട് Vout = V1 - V2 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അതാണ് ഒരു സബ്ട്രാക്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ടാണ്. ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് RC ഉപയോഗിച്ചുള്ള ഒരു സിമ്പിൾ ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിൽ ഇൻറ്റഗ്രേഷൻ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ലഭ്യമാകുന്നു എന്നുള്ളത് ഡിറൈവ് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ഡെറിവേഷൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല നമ്മൾ. ആ RC സർക്യൂട്ട് നമ്മളൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് പ്രോപ്പർ ഇൻറ്റഗ്രേഷൻ ഓവർ എ ലാർജ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. അതായത് അവിടെ നമ്മൾ സിമ്പിൾ RC സർക്യൂട്ട് ഉപയോഗിച്ചപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനും പിന്നെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ടൈം കോൺസ്റ്റൻറ്റും ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിൻ്റെ ടൈം പീരീഡും തമ്മിലുള്ള റിലേഷനും. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫ്രീക്വൻസി ഉള്ള സിഗ്നലുകൾക്ക് മാത്രമേ അവിടെ പ്രോപ്പർ ഇൻറ്റഗ്രേഷൻ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉള്ള ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ലാർജ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉള്ള സിഗ്നലുകൾക്ക്, വെറൈറ്റി ഓഫ് സിഗ്നലുകൾക്ക് നമുക്ക് പ്രോപ്പർ ഇൻറ്റഗ്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻറ്റഗ്രേറ്റിംഗ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം സിമ്പിൾ RC സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടൊന്ന് ഇൻവേർട്ട് ചെയ്ത സിഗ്നലായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ലഭ്യമാകുക. സിമ്പിൾ RC സർക്യൂട്ടിലായിരുന്നെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സ്ഥാനത്ത് നമുക്ക് റൈസിങ് എഡ്ജാണ് ലഭിച്ചിരുന്നത്. എന്നാൽ അത് നേരെ ഇൻവേർട്ട് ചെയ്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സ്ഥാനത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന ആ പോർഷനാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ലഭ്യമാവുക. ഒരു ഇൻവേർട്ടഡ് സിഗ്നലായിരിക്കും നമുക്ക് ലഭിക്കുക. അതിന് കാരണം നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ആയതുകൊണ്ട്. ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ഇത് നേരത്തെ ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് പറഞ്ഞതുപോലെ തന്നെയാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -RC × d/dt ഓഫ് V. അവിടെ ഒരു മൈനസ് സൈൻ വരുന്നത് ഇൻപുട്ടിന് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ട്.
ആ സിമ്പിൾ ആർ സി സർക്യൂട്ടിൻ്റെ കണക്ഷൻ തന്നെയാണ് ഈ റെസിസ്റ്റർ ആറിന് അക്രോസുള്ള വോൾട്ടേജ് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് ലഭ്യമാകുന്നത്. അപ്പോൾ ഇവിടെയും ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് നമ്മൾ നൽകിയാൽ നമുക്ക് ലഭിക്കുന്നത്, സാധാരണ സിമ്പിൾ ആർ സി സർക്യൂട്ടിൽ നമുക്ക് ലഭിച്ചത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പോസിറ്റീവ് സ്പൈക്കും ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്ന് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് പോകുന്ന ആ ട്രാൻസിഷനിൽ നെഗറ്റീവ് സ്പൈക്കുമായിരുന്നു ലഭിച്ചിരുന്നത്. ഇവിടെ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇൻവേർട്ടഡ് ഫോമാണ് നമുക്ക് ലഭിക്കുക. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ റൈസിങ് എഡ്ജിൽ നെഗറ്റീവ് സ്പൈക്കും പോസിറ്റീവ് സൈക്കിളിൽ നിന്ന് നെഗറ്റീവ് സൈക്കിളിലേക്കുള്ള ട്രാൻസിഷനിൽ പോസിറ്റീവ് സ്പൈക്കുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതിനെ ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സമ്മിങ് ആംപ്ലിഫയറിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു യൂണിറ്റി ഗെയിൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്താൽ മതിയാവും. ഈ സിഗ്നൽ നമുക്ക് ഇൻവേർട്ട് ചെയ്ത് ലഭ്യമാകും. ഇവിടെ ലാസ്റ്റ് സർക്യൂട്ട് കമ്പറേറ്റർ അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ഇൻപുട്ട് സിഗ്നലിനെ അതിൻ്റെ റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ഒരു ഓപ്പൺ ലൂപ്പ് സർക്യൂട്ടാണ്. ഫീഡ്ബാക്ക് സർക്യൂട്ടുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ ഇൻഫിനിറ്റ് ഗെയിൻ, അത് വെരി ഹൈ ഗെയിൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻപുട്ട് ടെർമിനലുകൾക്കിടയിൽ ഒരു മൈന്യൂട്ട് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായെങ്കിൽ തന്നെ, അതായത് മൈക്രോ വോൾട്ട് റേഞ്ചിലുള്ളതോ മില്ലി വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടായാൽ തന്നെ ആ ഒരു ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ലഭ്യമാക്കാനാകും. അപ്പോൾ നമുക്ക് ലഭിക്കുക ഇഫ് വി ഇൻ, അതായത് പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ, നെഗറ്റീവ് ടെർമിനലിലെ അഥവാ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ, നോൺ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻവേർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ്, ദെൻ ഔട്ട്പുട്ട് വിൽ ബി പ്ലസ് വി സാറ്റ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് പോസിറ്റീവ് സാച്ചുറേറ്റഡ് വോൾട്ടേജ് ആയിരിക്കും ലഭിക്കുക. ആ പോസിറ്റീവ് സാച്ചുറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ സർക്യൂട്ടിന് അപ്ലൈ ചെയ്തിരിക്കുന്ന പ്ലസ് വി സി സി തന്നെയായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വി സി സി വോൾട്ടേജ് എത്രയാണോ, പ്ലസ് വി സി സി എത്രയാണോ, അതുവരെ മാത്രമേ ഇതിന് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം പോസിബിൾ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മൈനസ് വി സി സി വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഇനി ഇൻപുട്ട് വോൾട്ടേജിൻ്റെ കണ്ടീഷൻ ഇഫ് വി ഇൻ ഈസ് ലെസ് ദാൻ വി റെഫറൻസ്, അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ, ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് മൈനസ് വി സാച്ചുറേഷൻ ആയിരിക്കും. നെഗറ്റീവ് പോസിബിൾ മാക്സിമം വാല്യൂ ആയിരിക്കും. അതെന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മൈനസ് വി സി സി തന്നെയായിരിക്കും. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലൊരു സൈൻ വേവും ഇൻവേർട്ടിംഗ് ടെർമിനലൊരു ഡി സി വോൾട്ടേജും അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന സൈൻ വേവ് എന്ന് പറയുന്നത്. റെഫറൻസ് വോൾട്ടേജ് 1 വോൾട്ട് എന്ന് സെലക്ട് ചെയ്തിരിക്കുന്നു. അതിനേക്കാൾ ഉയർന്ന ഒരു സൈൻ വേവാണ്, ആംപ്ലിറ്റ്യൂഡിലൊരു സൈൻ വേവാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജായി നൽകിയിരിക്കുക. ഈ സിഗ്നൽ നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ, പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുമ്പോൾ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദറ്റ് ഈസ് പ്ലസ് വി സി ഈക്വൽ ടു പ്ലസ് വി സി സി ആയിരിക്കും ഈ വോൾട്ടേജ്. ഇനി ഈ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറയുമ്പോൾ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇതങ്ങനെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പൂർത്തിയായി പോസിറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് എത്തി വീണ്ടും റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാകുമ്പോൾ മൈനസ് വി സാറ്റിൽ നിന്നും ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് വി സാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ ഇതാണ് ഒരു കമ്പറേറ്റർ സർക്യൂട്ട്. ഇൻപുട്ട് സിഗ്നലുകളെ കമ്പയർ ചെയ്ത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ടിൽ പ്ലസ് വി സാറ്റും ഈക്വൽ ടു പ്ലസ് വി സി സി. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ടിൽ മൈനസ് വി സാറ്റും മൈനസ് വി സി സിയും ഔട്ട്പുട്ടിൽ നൽകുന്നു.